നവംബർ 19 ദുബായ് വാർത്തയുടെ ലൈവ് ആരംഭിക്കുന്നു. ഇന്നലത്തെ കണക്കിന്ന് രാവിലെ വരുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകത്തെല്ലായിടത്തുമായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന കണക്ക് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ ഏറ്റവും വലിയ റെക്കോർഡാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷത്തെ ഈ കോവിഡിന്റെ കഥ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായിരിക്കുന്നത് ഇന്നലെയാണ്. 10,969. ഇന്നലെയും ഇങ്ങനെ തന്നെ പറയേണ്ടി വന്ന സാഹചര്യം മെനഞ്ഞാന്നത്തെ കാര്യം വെച്ചിട്ട്. അപ്പോൾ രോഗബാധയേറ്റ് കിടക്കുന്ന ആളുകൾ, ക്രിട്ടിക്കലായി കഴിയുന്ന ആളുകൾ മരണത്തിലേക്ക് കൂടുതലായിട്ട് സഞ്ചരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. 6,11,000 പരം ആളുകൾക്ക് ഇന്നലെ പുതിയതായി രോഗബാധയുണ്ടായി. ഇത്രയും ആളുകൾ, ഈ 10,969 പേർ മരിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള റെക്കോർഡാണ്. ഇപ്പോൾ 56 മില്യൺ കഴിഞ്ഞ് പിന്നെ 1/2 മില്യനും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇതുവരെയുള്ള രോഗബാധ. അതിൽ ഏതാണ്ട് 15 മില്യണിലധികം ആളുകളാണ് ഇപ്പോൾ രോഗബാധയുമായി മുന്നോട്ട് പോകുന്നത്. 1,01,500 ആളുകൾ ക്രിട്ടിക്കലായി കഴിയുകയുമാണ്. ഇന്നലെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടി, 45,500 രോഗബാധ. അമേരിക്കയിലാവട്ടെ 1,73,000 പരം രോഗബാധയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്, ഇക്കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് പ്രകടമായിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. യുഎഇയിൽ നിന്ന് പൊതുമാപ്പ് ഉപയോഗിച്ചിട്ട് 2,027 ആളുകൾ നാട്ടിലേക്ക് പോയി. ഈ ഒക്ടോബർ 31 വരെയുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളുകളുടെ കണക്കാണ് ഈ പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നാണ് വാങ്ങിയത്. അബുദാബിയിൽ നിന്ന്, എംബസിയിൽ നിന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ 291. അതേസമയം ദുബായിൽ 1,746 ആളുകൾ എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയി. ഒരു കാര്യം പറയാം, പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളാണ് ഈ പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും പാസ്പോർട്ട് ഇല്ലല്ലോ, എവിടെ സമീപിക്കണം, ആരെങ്കിലും പിടിച്ച് വിഴുകുമോ എന്നൊക്കെ കരുതി പേടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അവരറിയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അവർക്ക് സുരക്ഷിതമായി അവരുടെ നാട്ടിൽ കുടുംബാംഗങ്ങളുടെ അടുത്ത് എത്താൻ പറ്റിയ അവസരമാണ് യുഎഇ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ മിനി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണം. എന്നോ വിസ എക്സ്പയറിയായി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പയറി ആയിട്ടും ഒളിഞ്ഞും പാത്തും കഴിയുന്ന ആളുകൾ മാർച്ച് 1 മുമ്പാണ് എക്സ്പയറി ആയതെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു പിഴയും കൊടുക്കാതെ, ഒരു ഫീസും കൊടുക്കാതെ പോകാൻ പറ്റിയ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ നാട്ടിൽ പോകാൻ വേണ്ടി മൊത്തം അപേക്ഷിച്ച ആളുകൾ 6,35,000 ഈ പൊതുമാപ്പിലല്ല, ഈ ഒരു വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്ന സമയം മുതൽ അതിലാണോ പിന്നീടുള്ളതാണോ എങ്കിലും കണക്ക് പറയുന്നത് ഏതാണ്ട് അത്ര തന്നെ ആളുകൾ പോയിട്ടുണ്ട്. 6,33,000 ആളുകൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അജ്മാൻ ഇന്നു മുതൽ അതിശക്തമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുകയാണ്. നിയമലംഘകർക്ക് മാസ്ക് വെക്കാതെ റോഡിലിറങ്ങുക, കൂട്ടം കൂടി നിൽക്കുക, എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുക, ജനക്കൂട്ടം കൂടുതലായിട്ട് കാണുന്നെങ്കിൽ നിയന്ത്രണമില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ പ്രത്യേക CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ കുറ്റവാളികളായ ആളുകളെ കണ്ടുപിടിച്ച് മാസ്ക് ധരിക്കാത്തതിനൊക്കെ 3,000 ദിർഹം മിനിമം പിഴ വരും എന്ന കാര്യം മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് സുരക്ഷാ ക്യാമറകൾ റോഡിലുണ്ട് എന്ന കാര്യം അജ്മാനിലെ മലയാളികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. റാസൽ ഖൈമയിൽ ഒരു അറബ് പൗരൻ ഈ സീബ്ര ക്രോസിംഗിലൂടെ ആളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതൊന്നും നോക്കാതെ ഇടിച്ചു തെറിപ്പിച്ചു. 80 കിലോമീറ്ററിൽ അവിടെ നോക്കി പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം 110 km/h എന്ന വേഗതയിലാണ് സഞ്ചരിച്ചത്. ആള് വന്നിട്ടൊന്ന് നിർത്താനോ ചവിട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടന്നു പോകാനുള്ള അവസരം കൊടുക്കാനോ അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1,10,000 ദിർഹം കോടതി പിഴ നൽകാൻ പറഞ്ഞിരിക്കുകയാണ്, നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വാഹനം ഓടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് ഇടിച്ചിട്ട് ആൾ മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ സമ്മർദ്ദത്തിനാണ് കോടതി കാശ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 30 വർഷത്തെ വലിയ പക അവസാനിച്ച് സൗദി അറേബ്യയും ഇറാഖും പരസ്പരം അറാർ അതിർത്തികൾ തുറന്നുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കര സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു. 5 കൊല്ലം മുമ്പ് തന്നെ എംബസികൾ സ്ഥാപിക്കാനുള്ള തീരുമാനം വന്നിരുന്നു.
ഏതായാലും ഇനി ഇറാഖിന്റെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ടും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാനും സൗദി അറേബ്യയിൽ നിന്ന് ഇറാഖിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാനും ഒക്കെയുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. അധിനിവേശം സദ്ദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചതിന് ശേഷം നിശ്ചലമായി പോയ നയതന്ത്ര ബന്ധങ്ങളാണ് ഇന്നലെ ഒരു ചുവന്ന റിബൺ കെട്ടി പിന്നെ കട്ട് ചെയ്തിട്ട് അതുവഴി ട്രക്കുകൾ കാത്തുനിന്ന് കടന്നു പോവുക വഴി ഉണ്ടായിരിക്കുന്നത്. അബുദാബിയുടെ ഏറ്റവും സുപ്രധാനമായ പ്രോജക്ട് ബറാക്ക എന്ന് പറയുന്ന ആണവ നിലയം, അതിന്റെ 80% ശക്തിയിൽ പവർ ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി 100% നീങ്ങാൻ പോവുകയാണ് യൂണിറ്റ് 1 എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്. 100% പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെക്ക് ഔട്ടേജ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി കുറച്ചുനാൾ അടച്ചിടും. ഫൈസർ പറയുന്ന കാര്യം ആശ്വാസമായി മാറുന്നു. അടുത്ത മാസം തന്നെ, ഡിസംബറിൽ തന്നെ എല്ലായിടത്തും വാക്സിൻ എത്തിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ പേടിക്കാനില്ല. അതുകൊണ്ട് പറഞ്ഞിരുന്ന 5 കോടി വാക്സിൻ ഈ ഡിസംബറിൽ തന്നെ റിലീസ് ചെയ്യും എന്ന് പറയുന്നു. ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നു. UN ആകട്ടെ 40ഓളം വിമാന കമ്പനികളെ വെച്ചുകൊണ്ട് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ശ്രമം പൂർത്തീകരിച്ചു നിൽക്കുകയാണ്. പക്ഷെ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഇപ്പോഴൊന്നും കിട്ടില്ല എന്നത് ദയനീയമായ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. നാളെ വെള്ളിയാഴ്ച ഫുജേറ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ വെച്ച് കോൺസുലാർ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ്. അറ്റസ്റ്റേഷനോ പവർ ഓഫ് അറ്റോർണി എടുക്കലോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോകാം. 050-390-1330 050-390-1330 ഈ നമ്പറിൽ വിളിച്ചാൽ ഏത് സമയത്ത് ഉച്ചയ്ക്കായിരിക്കും, ഏത് സമയത്ത് ചെല്ലണം എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റും. എമിറേറ്റ്സ് എയർലൈൻസ് UK സെക്ടറിലേക്ക് എയർബസ് 380 എന്ന ഡബിൾ ഡെക്കർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മാത്രമല്ല വളരെ കുറഞ്ഞ കാശിനാണ് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ ദൂരം കൂടിയ സെക്ടറിലൊക്കെ കുറഞ്ഞ കാശിനും വേണമെങ്കിൽ 3 ദിവസം താമസിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതിയടക്കം എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ സെക്ടറിലൊക്കെ റിട്ടേൺ ടിക്കറ്റിന് 1925 ദിർഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർന്നിട്ടാണെങ്കിൽ കുറച്ചുകൂടി കാശ് കൂടും, താമസവും ശാപ്പാടും എല്ലാം ചേർന്നിട്ടാണെങ്കിൽ. ഏതായാലും ബിസിനസ് വർദ്ധിപ്പിച്ചേ പറ്റൂ, ടൂറിസം പാക്കേജുകൾ അവതരിപ്പിച്ചേ പറ്റൂ എന്ന അർത്ഥത്തിൽ എമിറേറ്റ്സ് എയർലൈൻസ് അടക്കമുള്ള വിമാന കമ്പനികൾ നീങ്ങുന്നു. അതിന് തക്ക സാഹചര്യത്തിലേക്ക് എത്തുന്നു. വാക്സിൻ വരുമ്പോൾ കുറച്ചുകൂടി ശുഭകരമായ മാനസികാവസ്ഥയിൽ ആളുകൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഗൾഫ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒമാൻ $100 കോടി വായ്പ എടുക്കാൻ വേണ്ടി ചില ബാങ്കുകളെ സമീപിച്ചിട്ടുണ്ട്. 2016 എണ്ണവില കുറഞ്ഞപ്പോൾ എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്ന സമയം ഈ ജനുവരിയിലാണ്, 2021. ആ സമയത്തേക്കാണ് പുതിയൊരു വായ്പയുമായി സമീപിച്ചിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് പറയുകയാണ്. അബുദാബിയുടെ ഗവൺമെന്റ് കൂടി ഇടപെടുന്ന സ്ഥാപനമായ ADQ ഇതുപോലെ ഒരു $100 കോടി വായ്പ എടുക്കാൻ വേണ്ടി ബാങ്കുകളെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അമേരിക്ക ഇറാനുമേൽ പുതിയ ഉപരോധം കൊണ്ടുവരികയാണ്. ഇറാനിൽ ഈ ജീവകാരുണ്യ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന പല പ്രസ്ഥാനങ്ങളും കാശ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നത് മനസ്സിലാകുന്നില്ല എന്ന ഘട്ടത്തിലാണ് അമേരിക്ക കൂടുതൽ സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നത്. അബുദാബിയിൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് 233 സ്പേസ് കൂടി വന്നിരിക്കുന്നു. പെയ്ഡ് പാർക്കിംഗ് എന്ന കാറ്റഗറിയിൽ അൽ-നഹ്യാൻ ക്യാമ്പ് ഏരിയയിലാണ് ഇത് മമൂറ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. 229 സാധാരണ പാർക്കിംഗും 4 സ്പെഷ്യൽ നീഡ്സിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ബഹ്റിനും ഇസ്രായേലും പരസ്പരം എംബസികൾ ആരംഭിക്കാൻ ധാരണയായി. ബഹ്റിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിൽ ഇന്നലെ എത്തുകയും ഉഭയകക്ഷി ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയുമാണ്. കോവിഡ് വന്നിട്ട് രക്ഷപ്പെട്ടയാൾക്ക്, രോഗം ഭേദമായവർക്ക് ദീർഘകാലം പ്രതിരോധ ശേഷി കിട്ടും എന്നാണ് ഇപ്പോൾ ഒരു സ്റ്റഡി പറയുന്നത്. നേരത്തെ അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാറ്റി പറയുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയപരമായ നിരവധി ഇടപെടലുകളിൽ, പോലീസ് കേസുകളിൽ, വിവാദങ്ങളിൽ സ്വപ്ന സുരേഷിൻ്റെതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദ സന്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചെടുക്കാൻ തന്നിൽ സമ്മർദ്ദമുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദ സന്ദേശം. അത് പോലീസ് തന്നെ പറയുന്നു, അത് ആധികാരികമാണ്, സ്വപ്നയുടെ ശബ്ദം തന്നെയാണ്, എവിടെ വെച്ചാണ് റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമാവുന്നില്ല എന്നും പറയുന്നു. 1981 ഇവയുടെ രാഷ്ട്രപിതാവ് ഒരു ആഗ്രഹ സാഫല്യമെന്ന വണ്ണം
അലൈനിൽ സ്ഥാപിച്ച അലൈൻ ഫാംസ്. അത് ഇപ്പോൾ ഈ പഞ്ചസാര ചേർക്കാത്ത ശുദ്ധമായ ജ്യൂസുകളുടെ വിപണനത്തിൽ 1-ാം നിരയിലേക്ക് UAE എത്തിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ നഹിയാന്റെ സ്വപ്നമാണ് സാഫല്യത്തിൽ വരുന്നത്. ഗ്രാമീണ കർഷകർക്ക് ഒരു പുതിയ ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 81 കാലഘട്ടത്തിൽ അലൈൻ ഫാംസ് ആരംഭിച്ചത്. പാലും പാലുൽപ്പന്നങ്ങളും ജ്യൂസും ഇതൊക്കെ തദ്ദേശീയമായി തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന സമ്പ്രദായം ഇപ്പോൾ എല്ലാവർക്കും, സ്വദേശികൾക്കും വിദേശികൾക്കും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നതിനും ഞങ്ങളുടെ സഹകാരിയായി അലൈൻ ഫാംസ് ഈ ഒരു മോർണിംഗ് അപ്ഡേറ്റിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനത്തോടെ അറിയിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ഈ മോർണിംഗ് അപ്ഡേറ്റ്സ് നവംബർ 19 സമാപിക്കുന്നു. നന്ദി.